പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന സെർച്ച് ഹിസ്റ്ററികൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഈ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഹിസ്റ്ററി അറിയാനായിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇതിൽ ഹിസ്റ്ററി, ഗ്രൂപ്പ് ഹിസ്റ്ററി എന്നിങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു. അതിലോട്ട് കയറി വരുന്ന സമയത്ത് ഹിസ്റ്ററി ഭാഗത്തോട്ട് വരുന്നതായിരിക്കും. ബൈ ഗ്രൂപ്പ് ഹിസ്റ്ററിയും കാണാൻ സാധിക്കും, ബൈ ഡേറ്റ് ഹിസ്റ്ററി എന്നും കാണാൻ സാധിക്കും. ബൈ ഗ്രൂപ്പ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്നത് ആ ദിവസത്തെ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാണിക്കുന്നതും, ബൈ ഡേറ്റ് എന്നുള്ളത് ഓരോ ദിവസത്തെയും കൃത്യമായിട്ട് ടൈം മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം വെബ്സൈറ്റുകൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ബ്രൗസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബൈ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹിസ്റ്ററി ഇൻഡിവിജ്വലായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സൈഡിൽ 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിമൂവ് കൊടുത്താൽ മതി. ഇനി ബൈ ഗ്രൂപ്പിലാണ് എന്നുണ്ടെങ്കിലും 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് ഓൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ആ ഹിസ്റ്ററി ഗ്രൂപ്പ് ക്ലിയർ ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബേസിക് എന്നുള്ളതിലാണ് കിടക്കുന്നത്. ഇതിൽ ബ്രൗസിംഗ് ഹിസ്റ്ററി എന്നുള്ളതിൽ ടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ സൈറ്റുകളും ഡാറ്റകളും ക്യാച്ച് ഇമേജ് ആൻഡ് ഫയൽസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിലോട്ട് വരുന്ന സമയത്ത് ബ്രൗസിംഗ് ഹിസ്റ്ററി, കൂടുതലായിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങൾ, കൂടുതലായിട്ടുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ പാസ്വേഡൊക്കെ നിങ്ങൾ സേവ് ചെയ്തത് കളയണ്ട എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പല ടൈപ്പ് തന്നെ ഹിസ്റ്ററികളുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഗ്രൂപ്പ് ഹിസ്റ്ററിയും ബൈ ഡേറ്റ് ഹിസ്റ്ററിയും ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. യുവർ ബ്രൗസിംഗ് ഹിസ്റ്ററി അപ്പിയർ ഹെയർ എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അതായത് ഹിസ്റ്ററി മുഴുവൻ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ക്രോം ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഹിസ്റ്ററി കളയുന്നത്.